The next topic is color models. നമ്മൾ ഇതുവരെ എന്താണ് ലൈറ്റ്സ് എന്ന് പറഞ്ഞു, എന്താണ് കളർ എന്ന് പറഞ്ഞു, then what is the connection between color and light പറഞ്ഞു, then there is what is the properties of color പറഞ്ഞു. ഇതൊക്കെ നമ്മൾ പറഞ്ഞത് നമുക്ക് ഈ കളറിനെ ഹൗ ക്യാൻ ബി യൂസ് ദ കളേഴ്സ് ഫോർ കമ്പ്യൂട്ടർ സിസ്റ്റം ഓർ IT എന്നുള്ളതാണ്. അപ്പോൾ ഈ കമ്പ്യൂട്ടർ ടെക്നോളജിക്ക് വേണ്ടി കളറെ നമ്മളെങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഡൺ ബൈ കളർ മോഡൽ. കളർ മോഡൽ യൂസ് ചെയ്തിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എന്താണ് കളർ മോഡൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ കളർ മോഡലിലൂടെയാണ് കളറിനെ നമ്മൾ എഫിഷ്യൻ്റായിട്ട് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. എ കളർ മോഡൽ ഈസ് an abstract mathematical model describing the way colors can be represented as tuples of numbers, typically as 3 or 4 values or color components. അതായത് നമുക്ക് മാത്തമാറ്റിക്കലായിട്ട് ഈ കളേഴ്സിനെ നമുക്കെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, ആ കളേഴ്സിനെ നമുക്കെങ്ങനെ യൂസ് ചെയ്യാം, അതിനെയാണ് നമ്മൾ കളർ മോഡൽസ് യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് എൻ അബ്സ്ട്രാക്ട് മാത്തമാറ്റിക്കൽ മോഡൽ വി ക്യാൻ ഡിസ്ക്രൈബ് ഇൻ റിട്ടൺ ഫോം. ഓക്കെ, ദ വേ കളർ ക്യാൻ ബി റെപ്രസെൻറ്റ് ടപ്പിൾസ് ഓഫ് നമ്പേഴ്സ്. അതായത് നമ്മൾ അതിനെ മാത്തമാറ്റിക്കലാക്കി റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കളർ മോഡൽ യൂസ് ചെയ്യുന്നത്. ടിപ്പിക്കലി 3 or 4 വാല്യൂസ് വെച്ചിട്ടോ അല്ലെങ്കിൽ കളർ കമ്പോണൻസ് വെച്ചിട്ടോ ആണ് നമ്മൾ ഈ മാത്തമാറ്റിക്കൽ മോഡലിനെ, ആ കളർ മോഡലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എനി മെത്തേഡ് ഫോർ എക്സ്പ്ലെയിനിങ് ദ പ്രോപ്പർട്ടീസ് ഓർ ബിഹേവിയർ ഓഫ് കളർ വിത്തിൻ ദ സെയിം പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ് ഈസ് കോൾഡ് കളർ മോഡൽ. രണ്ട് നമ്മളെ ഹാൻഡ് ബക്ക് നമ്മൾ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റിലുള്ള ഒരു ഡെഫിനിഷനാണ് കൊടുത്തിരിക്കുന്നത്. ഏത് ടൈപ്പിലൂടെയും നമ്മളെ കളറിൻ്റെ ബിഹേവിയറോ പ്രോപ്പർട്ടീസോ വെച്ചിട്ട് നമ്മൾ ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ അതിനെ കളർ മോഡൽ എന്ന് പറയും. ദാറ്റ് മീൻസ് ദ കളർ ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ദെയർ ബിഹേവിയർ ആൻഡ് പ്രോപ്പർട്ടീസ്. ഓക്കെ, യൂസിങ് നമ്പേഴ്സ് ഓർ വാല്യൂസ്. ഓക്കെ, എ കളർ മോഡൽ ഈസ് എ സിസ്റ്റം ഫോർ ക്രിയേറ്റിംഗ് എ ഫുൾ റേഞ്ച് ഓഫ് കളേഴ്സ് ഫ്രം എ സ്മോൾ സെറ്റ് ഓഫ് പ്രൈമറി കളേഴ്സ്. കളർ മോഡൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രൈമറി കളേഴ്സ് ഉണ്ടാവും. ആ പ്രൈമറി കളേഴ്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. 2 ടൈപ്സ് കളർ മോഡൽസ് ഉണ്ട്. ഫസ്റ്റ് അഡിറ്റീവ് കളർ മോഡലാണ്, സെക്കൻഡ് സബ്സ്ട്രാക്റ്റീവ് കളർ മോഡലാണ്. അഡിറ്റീവ് കളർ മോഡൽസ് യൂസ് ലൈറ്റ് ടു ഡിസ്പ്ലേ കളർ വൈൽ സബ്സ്ട്രാക്റ്റീവ് കളർ മോഡൽസ് യൂസ് പ്രിൻറ്റിംഗ് ഇങ്ക്സ് ആണ്. അതായത് നമ്മൾ സാധാരണ ഡിസ്പ്ലേയിൽ ഉപയോഗിക്കുന്ന കളേഴ്സ് നമ്മൾ കളേഴ്സ് യൂസ് ചെയ്യണമെങ്കിൽ കളർ മോഡൽ അങ്ങനത്തെ അതിനെ നമ്മൾ അഡിക്റ്റീവ് കളർ മോഡൽസ് ആണ് പറയുക. അത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കളർ മോഡൽസ്. നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രിൻ്ററിൽ ഉപയോഗിക്കുന്ന കളർ മോഡൽസിനെ നമ്മൾ സബ്സ്ട്രാക്റ്റീവ് കളർ മോഡൽ എന്നാണ് പറയുക. എന്താണ് അഡിറ്റീവ്, എന്താണ് സബ്സ്ട്രാക്റ്റീവ് നമുക്ക് നോക്കാം. അഡിറ്റീവ് കളർ മോഡൽസ് യൂസ് ലൈറ്റ് ടു ഡിസ്പ്ലേ കളേഴ്സ് വൈൽ സബ്സ്ട്രാക്റ്റീവ് കളർ യൂസ് പ്രിൻറ്റിംഗ് ഇങ്ക്സ്. ഇത് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് പറയുന്നത്. ഡിഫറൻസ് എന്ന് പറയുന്നത് ഇൻ കളർ പെർസീവ്ഡ് ഇൻ അഡിറ്റീവ് മോഡൽസ് ആർ റിസൾട്ട് ഓഫ് ട്രാൻസ്മിറ്റഡ് ലൈറ്റ്സ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ അഡിറ്റീവ് കളർ മോഡലിൽ യൂസ് ചെയ്യുന്നത് ട്രാൻസ്മിറ്റഡ് ലൈറ്റ് ആണ്. കളർ പെർസീവ്ഡ് ഇൻ സബ്സ്ട്രാക്റ്റീവ് മോഡൽ ദ റിസൾട്ട് ഓഫ് റിഫ്ലക്റ്റഡ് ലൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഒന്ന് ട്രാൻസ്മിഷനാണ്, ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ കളർ ക്രിയേറ്റ് ചെയ്യാണ്. മറ്റെന്താണ്, ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ദാറ്റ് ഇസ് വൈ ദ അഡിറ്റീവ് ആൻഡ് റിഫ്ലക്റ്റീവ് എന്ന് പറയുന്നത്. There are several established color models used in computer graphics, but 2 most color models are RGB and CMYK. മെയിനായിട്ട് നമ്മൾ പറയുന്നത് RGB CMYK ആണ്. അപ്പോൾ ഇതിൽ RGB എന്ന് പറയുന്നത് അഡിറ്റീവ് കളർ മോഡലാണ്, CMYK എന്ന് പറയുന്നത് സബ്സ്ട്രാക്റ്റീവ് ആണ്. ഈ അഡിറ്റീവ് എന്ന് പറയുന്നതിന് കാരണം നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു കളറിലേക്ക് RGB എന്ന കളറിനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ് അത് അഡിറ്റീവ് എന്ന് പറയുന്നത്. അതായത് ട്രാൻസ്മിഷൻ നടക്കുമ്പോൾ ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് RGB, ലൈറ്റ് എന്ന് പറയുന്നത് RGB ആണ്, അല്ലെങ്കിൽ VGR ആണെന്ന് പറയാം. അതിനെ ചെറുതാക്കി നമ്മൾ പറയുന്നതാണ് RGB. ഓക്കെ, 3 കളർ മോഡലായിട്ട്. ഓക്കെ, ഇതിലൂടെ RGBയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഫുൾ കളർ വൈറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് കൺസെപ്റ്റ് എന്നാണ് RGB വരുന്നത്. സബ്സ്ട്രാക്റ്റീവിൽ വരുമ്പോൾ അതിൽ ഉപയോഗിക്കുന്ന CMYKയിൽ സിയാൻ, മജന്ത, യെല്ലോ, ബ്ലാക്ക് എന്നുള്ള കോമ്പിനേഷൻ ഈ ഒരു RGBയുടെ ഒരു സബ്സ്ട്രാക്റ്റീവ് ഫോമാണ്. അതായത് ഈ ഒരു കളർ കൊടുത്തിട്ട് നമ്മൾ ഈ സർഫസിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഈ കളറിനെ സബ്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് താഴെ നോക്കുമ്പോൾ നമ്മൾ CMYK പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതാണ് ഇതിനെ അഡിറ്റീവ് ആൻഡ് സബ്സ്ട്രാക്റ്റീവ് എന്ന് പറയുന്നത്. അത്
അതായത് RGB കളർ മോഡലിൽ നിന്ന് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്തിട്ടാണ് നമുക്ക് അവിടെയുള്ള കളർ കിട്ടുക. ഓക്കെ, നമ്മൾ മറ്റേ RGBയിൽ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ഡയറക്റ്റായിട്ട് നമ്മൾ RGB കളറിന് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് വി നീഡ് ടു നോ ദ ബേസിക് ആയിട്ട് കളറിലെ ചെറിയ കാര്യങ്ങളാണ്. പ്രൈമറി കളേഴ്സ്, സെറ്റ് ഓഫ് കളേഴ്സ് ദാറ്റ് ക്യാൻ ബി കമ്പൈൻ ടു മേക്ക് എ യൂസ്ഫുൾ റേഞ്ച് ഓഫ് കളേഴ്സ്. നമ്മൾ പ്രൈമറി കളേഴ്സും ഉണ്ട്, സെക്കൻഡറി കളേഴ്സും ഉണ്ടാവും, എല്ലാത്തിലും കോംപ്ലിമെൻ്ററി കളേഴ്സ് ഒക്കെ ഉണ്ടാവും. അതായത് നമ്മൾ RGBയിലാണെങ്കിൽ റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നുള്ള കോമ്പിനേഷനാണ് ഉപയോഗിക്കുന്നത്. അതിനെ നമ്മൾ പ്രൈമറി കളർ എന്ന് പറയും. അതേപോലെ CMYKയിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സിയാൻ, മജന്ത, യെല്ലോ, ബ്ലാക്ക് എന്നുള്ള ഫോമാറ്റിലാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതിനെ നമുക്ക് പ്രൈമറി കളേഴ്സ് എന്ന് പറയാം. പിന്നെ കളർ ഗാമറ്റ് എന്ന് പറയുന്നതാണ് സെറ്റ് ഓഫ് ഓൾ കളേഴ്സ് ദാറ്റ് വി ക്യാൻ പ്രൊഡ്യൂസ് ഫ്രം പ്രൈമറി കളേഴ്സ്. എത്ര കളേഴ്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ ആ സെറ്റ് ഓഫ് കളേഴ്സിനെയാണ് നമ്മൾ കളർ ഗാമറ്റ് എന്ന് പറയുന്നത്. കോംപ്ലിമെൻ്ററി കളേഴ്സ് എന്ന് പറയുന്നത് പെയർസ് ഓഫ് കളേഴ്സ് വിച്ച് ആൻഡ് വെൻ കമ്പൈൻ ഇസ് റൈറ്റ് പ്രൊപ്പോർഷൻസ് ടു പ്രൊഡ്യൂസ് വൈറ്റ് എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ വൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കോമ്പിനേഷൻസ് ഓഫ് കളേഴ്സിനെയാണ് നമ്മൾ കോംപ്ലിമെൻ്ററി കളേഴ്സ് എന്ന് പറയുന്നത്. കോമ്പിനേഷൻ ഓഫ് കളേഴ്സിന് കോംപ്ലിമെൻ്ററി കളേഴ്സ്. ഇത് നമുക്ക് വൈറ്റ് കളർ പ്രൊഡ്യൂസ് ചെയ്യണം. ഇപ്പോൾ RGB കൃത്യമായ പ്രൊപ്പോർഷനിൽ 1:1:1 എന്നുള്ള പ്രൊപ്പോർഷനിൽ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് കിട്ടും. അപ്പോൾ R എന്നുള്ള കളർ, G എന്നുള്ള കളർ, B എന്നുള്ള കളറിലുള്ള ലൈറ്റിനെ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് ലൈറ്റ് കിട്ടുന്നതാണ്. ദാറ്റ് ഈസ് therefore RGB are complementary colors. ഓക്കെ, അതേപോലെ CMYKയിലും നമുക്ക് പറയാം. അപ്പോൾ ഇതിൽ പറയുന്നത് നമ്മൾ എന്താണ്, ഒരു കളറിൻ്റെ കോംപ്ലിമെൻ്ററി കളർ എന്ന് പറയുന്നത് അതിൻ്റെ കോംപ്ലിമെൻ്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റെഡിൻ്റെ കോംപ്ലിമെൻ്ററി കളർ എന്ന് പറയുന്നത് സിയാനാണ്. സിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഗ്രീൻ ആൻഡ് ബ്ലൂ, അതിനെയാണ് സിയാൻ എന്ന് പറയുന്നത്. ഗ്രീനിൻ്റെ കോംപ്ലിമെൻ്ററി കളർ എന്ന് പറയുന്നത് മജന്തയാണ്. മജന്ത എന്ന് പറയുന്നത് റെഡ് പ്ലസ് ബ്ലൂ ആണ്. അതേപോലെ ബ്ലൂവിൻ്റെ കോംപ്ലിമെൻ്ററി കളർ എന്ന് പറയുന്നത് യെല്ലോ ആണ്. അപ്പോൾ യെല്ലോ എന്ന് പറയുന്നത് എന്താണ്, റെഡ് പ്ലസ് ഗ്രീൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോമ്പിനേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കോംപ്ലിമെൻ്ററി കളേഴ്സിനെ കമ്പൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കളർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഏത് കളർ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് വൈറ്റ് കിട്ടുക, അതിനെ നമ്മൾ എന്ത് ചെയ്യും, കോംപ്ലിമെൻ്ററി കളേഴ്സ് എന്ന് പറയും. ഓക്കെ, പിന്നെ കുറച്ച് പ്രോപ്പർട്ടീസും കൂടിയാണ്, ഷെയ്ഡ്സ്, ടിൻറ്റ്സ് ആൻഡ് ടോൺസ്. ഇതിലേക്ക് വരുമ്പോൾ ഷെയ്ഡ് എന്ന് പറയുന്നത് ഈ നമ്മൾ മുകളിൽ പഠിച്ച ചില പ്രോപ്പർട്ടീസിൽ നിന്ന് ചെറിയ മാറ്റമുള്ള ചില പ്രോപ്പർട്ടീസാണ്. എ ഷെയ്ഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡിമ്മിങ് എ ഹ്യൂ. അതായത് ഫ്രീക്വൻസി നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഡാർക്ക്നെസ് വരുത്തുന്നതിനാണ് നമ്മൾ ഷെയ്ഡ് എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ പ്യുവർ ബ്ലൂവിലേക്ക് ബ്ലാക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഡാർക്ക് ബ്ലൂ ആയി. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് ഷെയ്ഡ് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ എന്താണ്, ടിൻറ്റ് ആണ്. ടിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കളറിൻ്റെ കൂടെ വൈറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ടിൻറ്റ് എന്ന് പറയാം. ദാറ്റ്സ് പ്രൊഡ്യൂസിങ് ലൈറ്റനിങ് എ ഹ്യൂ എന്നാണ് ഇതിനെ പറയാം. ടോൺ എന്ന് പറയുന്നത് റെഫേഴ്സ് ടു ദ എഫക്റ്റ് ഓഫ് റെഡ്യൂസിങ് ദ കളർഫുൾനെസ് ഓഫ് ദ ഹ്യൂ. അതായത് ആഡിങ് ഗ്രേ ഓർ ആഡിങ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പോൾ നമ്മൾ ടോൺ മാറ്റുക എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പിന്നെ ഗ്രേയോ ആഡ് ചെയ്യോ അല്ലെങ്കിൽ ഗ്രേയുടെ എന്താ പറയുക, ഗ്രേയുടെ കണ്ടൻറ്റ് ഡെൻസിറ്റി കൂട്ടുകയോ കുറക്കുകയോ ചെയ്തിട്ട്, കണ്ടൻറ്റ് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, കളർഫുൾനെസ് കുറക്കാം. അല്ലെങ്കിൽ ബ്ലാക്കോ വൈറ്റോ ആഡ് ചെയ്തിട്ട് നമുക്കതിൻ്റെ ഹ്യൂവിൽ മാറ്റം വരുത്താം. അപ്പോൾ അതിനെയാണ് നമ്മൾ ടോൺ എന്ന് പറയുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു കളറിൻ്റെ എന്താ പറയുക, പ്യൂരിറ്റി നഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ പ്യൂരിറ്റി കുറക്കോ കൂട്ടുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ ടോൺ എന്ന് പറയുന്നത്. ഓക്കെ, ദ ഷെയ്ഡിങ് ടേക്സ് എ ഹ്യൂ ടുവേർഡ്സ് ബ്ലാക്ക്, ടിൻ ടേക്സ് ഹ്യൂ ടുവേർഡ്സ് വൈറ്റ്, ടോൺസ് കവേഴ്സ് റേഞ്ച് ഇൻ ബിറ്റ്വീൻ. ഓക്കെ, അപ്പോൾ നമുക്കത് ടോണാണ് ഈ പിന്നെ ഷെയ്ഡിനെയും ടിൻറ്റിനെയും തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഷെയ്ഡ് ട്യൂൺ എന്ന് പറയുന്നത് റേഞ്ചാണ്. ടിൻ ഫോർ ടിൻറ്റ് ആൻഡ് ഷെയ്ഡ്. ഓക്കെ, ഇതാണ് കളറിൻ്റെ പ്രോപ്പർട്ടീസ്. വി ആർ ഗോയിങ് ടു RGB കളർ മോഡൽ. RGB കളർ മോഡൽ എന്ന് പറയുന്നത് നമ്മൾ താഴെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു 3 ഡയമെൻഷനിലായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്.
The red, green and blue color space is widely used throughout the computer graphics. ഓക്കെ, മെയിനായിട്ട് കമ്പ്യൂട്ടറിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അഡിറ്റീവ് കളർ മോഡലാണ്. യൂണിറ്റ് ക്യൂബ് ഡിഫൈൻഡ് ഇൻ RGB ആക്സസ്. RGB നമ്മളൊരു ആക്സസ് എടുത്തു, ഇതിൽ XYZ പകരം RGB എന്ന് കൊടുത്തു. അതിൻ്റെ ഒറിജിൻ 000 ആണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് എന്ന് പറയുന്നത് 3 ഡയമെൻഷണൽ വെർട്ടെക്സ് 1111 ആണ്. അത് ദാറ്റ് ഈസ് വൈറ്റ് ആണ്. പിന്നെ നമുക്ക് ഓരോ ആക്സിസിലേക്ക് എത്തുമ്പോഴും എല്ലാത്തിനും 1 കൊടുത്തിട്ടുണ്ട്. ആ 1 വരുന്ന സ്ഥലങ്ങളിലൊക്കെ എത്ര 1 വരുന്നോ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, പല കളേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് പിന്നെ ഗ്രീൻ ആക്സിസിലാണ് കിട്ടുന്നതെങ്കിൽ അത് എന്താണ് 1 ആണെങ്കിൽ അത് ഗ്രീൻ ആയിരിക്കും. റെഡ് ആക്സിസിലുള്ള 1 ആണെങ്കിൽ അത് റെഡ് ആയിരിക്കും. ബ്ലൂ ആക്സിസിലെ 1 ആണെങ്കിൽ അത് ബ്ലൂ ആയിരിക്കും. ഇൻ ബിറ്റ്വീൻ ദാറ്റ് പ്ലെയിൻ ആയിട്ട് നമ്മൾ കൂട്ടുകയാണെങ്കിൽ ഗ്രീൻ റെഡ് പ്ലെയിനിലുള്ള 1 എന്ന് ഉദ്ദേശിക്കുന്നത് യെല്ലോ ആയിരിക്കും. ആ ഭാഗത്ത് എന്താണ് ബ്ലൂ 0 ആയിരിക്കും. അതേപോലെ തന്നെ ബ്ലൂ ഗ്രീൻ പ്ലെയിനിലേക്ക് വരുമ്പോൾ അത് സേനായി മാറും. അതേപോലെ തന്നെ റെഡ് ബ്ലൂ ഗ്രീനിലേക്ക് പ്ലെയിനിലേക്ക് വരുമ്പോൾ അത് മച്ചന്തയായിട്ട് മാറും. ആ സ്ഥലങ്ങളിലൊക്കെ 1 വരും. വൈറ്റിലേക്ക് എത്തുമ്പോൾ അത് 3 ഡയമെൻഷനിൽ കറക്റ്റ് എല്ലാത്തിൻ്റെയും ഡയഗണലായിട്ട് വരുന്ന ഒരു പൊസിഷനാണ്. ദാറ്റ് ഈസ് 3 ഡയമെൻഷണൽ പോയിൻ്റ് ആണ്. ദാറ്റ് ഈസ് 1 1 1 ദാറ്റ് ഈസ് വൈറ്റ്. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, RGB കളർ മോഡലിനെ റെപ്രസെൻ്റ് ചെയ്യുക. ഈ പിക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ശ്രദ്ധിക്കുക, ദ വെർട്ടിസസ് ഓഫ് ക്യൂബ് ആക്സിസ് റെപ്രസെൻറ്റഡ് പ്രൈമറി കളേഴ്സ്. പ്രൈമറി കളേഴ്സിനെയാണ് വെർട്ടിസസിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. റിമൈനിങ് വെർട്ടിസസ് ആർ കോംപ്ലിമെൻ്ററി കളേഴ്സ്. ഓക്കെ, അതിലുള്ള ബാക്കി റിമൈനിങ് വെർട്ടിസസ് എന്ന് പറയുന്നത് കോംപ്ലിമെൻ്ററി കളർ. ഞാൻ പറഞ്ഞല്ലോ, ഓരോ പ്ലെയിനിൽ ഗ്രീൻ RG പ്ലെയിനിലും RB പ്ലെയിനിലും അതേപോലെ തന്നെ BG പ്ലെയിനിലൊക്കെ നമുക്ക് കാണുന്ന വെർട്ടെക്സ് ആണ്. ഓക്കെ, അതേപോലെ ഷെയ്ഡ്സ് ഓഫ് ഗ്രേ ആർ റെപ്രസെൻ്റ് അലോങ് വിത്ത് മെയിൻ ഡയഗണൽ. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഷെയ്ഡ്സും പിന്നെ ഗ്രേയും നമുക്ക് എന്ത് ചെയ്യാം, മെയിൻ ഡയഗണലിലേക്ക് നമുക്ക് മാറ്റി ചെയ്യാൻ പറ്റും. അതായത് ബ്ലാക്ക് എന്ന് പറയുന്നത് 00 ആണ്, വൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റ് ഡയഗണൽ വരികയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ഷെയ്ഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് നമുക്ക് എന്ത് ചെയ്യാം, ബ്ലാക്ക് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, അതിൻ്റെ ബ്ലാക്ക് കളർ കൂടും. ഓക്കെ, ഇൻ ബിറ്റ്വീൻ ഈ ബോക്സിൻ്റെ താഴത്തേക്ക് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ ബ്ലാക്ക് കളർ അതിൻ്റെ പിന്നെ എന്താ പറയുക ഷെയ്ഡിങ് കൂടിക്കൂടി വരും. അതായത് ഒറിജിനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഷെയ്ഡ് കൂടി വരും. ഒറിജിനിൽ നിന്ന് ഡയഗണലിലേക്ക് വൈറ്റ് ഡയഗണലിലേക്ക് അതായത് വെർട്ടിസസിലേക്ക് എത്തുന്നതിനനുസരിച്ച് അതിൻ്റെ ഗ്ലോയിങ് കൂടിക്കൂടി വരും, ഇലുമിനസി കൂടിക്കൂടി വരും. RGB is an additive color model. Next point, RGB is an additive color model for computer displays. Use a light to display color. Color result from transmitted light is RGB is to white. നിങ്ങൾക്ക് അറിയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ശ്രദ്ധിക്കാം, ഇതിൽ അഡിറ്റീവ് കളർ മോഡൽ എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ R+G+ ബ്ലൂ ആഡ് ചെയ്താലാണ് ഇവിടെ വൈറ്റ് കിട്ടുന്നത്. ഓക്കെ, ഇത് 3 ആഡ് ചെയ്യുക എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ അഡിറ്റീവ് കളർ മോഡൽ എന്ന് പറയുന്നത്. ആഡ് the red green blue color space is widely used throughout computer graphics. Each color point within the unit cube can be represented as a W weighted vertex sum of the primary colors using the unit vector RGB. ഓക്കെ, അപ്പോൾ നമുക്ക് പർട്ടിക്കുലർ കളർ നമുക്ക് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 0 to 1 എന്നുള്ള റേഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ വാല്യൂ കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് കറസ്പോണ്ടിങ് കളർ കിട്ടും. അപ്പം കളർ ഓഫ് എ പർട്ടിക്കുലർ ദാറ്റ് ഇസ് വൈ ഓഫ് ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് RGB, ദാറ്റ് ഈസ് RR പ്ലസ് RGGBB എന്നുള്ള രീതിയിൽ നമ്മൾ പറയുമ്പോൾ നമുക്ക് ആറിൻ്റെ എത്ര പോയിൻ്റാണ് 0-ൻ്റെ 1-ൻ്റെ അടുക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത്, അതേപോലെ ജിക്ക് എത്ര പോയിൻ്റാണ് 0-ൻ്റെ 1-ൻ്റെ അടുക്ക് കൊടുത്തിരിക്കുന്നത്, ബ്ലൂവിന് എത്ര പോയിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊപ്പോർഷൻ അനുസരിച്ചാണ് നമുക്ക് CY കിട്ടുക. CY എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട കളർ എന്താണ്. ദാറ്റ് ഈസ് വൈ ഇത് നമ്മൾ 3 കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇറ്റ്സ് ആൻ അഡിറ്റീവ് കളർ മോഡലായിട്ടാണ് നമ്മളിതിനെ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദ മജന്ത വെർട്ടെക്സ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ആഡിങ് ദ മാക്സിമം റെഡ് ആൻഡ് ബ്ലൂ വാല്യൂസ് ടു പ്രൊഡ്യൂസ് 101. അപ്പോൾ ഇതിൽ നമുക്ക് 0-ൻ്റെയും 1-ൻ്റെ അടുക്കുള്ള ഏത് പ്രപ്പോർഷൻസിന് കൊടുക്കാം, ഏത് ഡെസിമൽ നമ്പറും നമുക്ക് കൊടുക്കാം. ഓക്കെ, ഫ്രാക്ഷണൽ നമ്പറും നമുക്ക് കൊടുക്കാം. ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് RGB മോഡൽ. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ RGB മോഡൽ പറയാനുള്ളത്. RGB പറയുമ്പോൾ ഈ പിക്ചർ വരക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ ഇത് അഡിറ്റീവ് കളർ മോഡലാണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ നമ്മൾ മറക്കരുത്. ഓക്കെ, നെക്സ്റ്റ് ഈ CMYK എന്നാണ് നമ്മൾ പറയാറ്. നമ്മളതിന് CMY കളർ മോഡൽ എന്നും വരാറുണ്ട്. 2 എഴുതിയാലും 2 വന്നാലും ഒരേ ക്വസ്റ്റ്യൻ തന്നെയാണ്.
ഒരേ രീതി തന്നെയാണ്, നിങ്ങളത് മനസ്സിലാക്കണം. CMY കളർ മോഡൽ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കളർ മോഡൽ യൂസ് ഫോർ ഓഫ്സെറ്റ് പ്രിൻറ്റിങ്. പ്രിൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് CMY കളർ മോഡലാണ് ഫോർ ഫുൾ കളർ ഡോക്യുമെൻറ്റ്സ് ബിക്കോസ് സച്ച് പ്രിൻറ്റിങ് യൂസസ് ഇങ്ക്സ് ഓഫ് ദിസ് 4 ബേസിക് കളേഴ്സ്. മെയിനായിട്ട് 4 ബേസിക് കളർ ഉപയോഗിച്ചിട്ടാണ് കളർ ചെയ്യുക. ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് 4 കളർ പ്രിൻറ്റിങ്ങും എന്ന് പറയും. നമ്മളിതിനെ 4 കളർ പ്രിൻറ്റിങ് പറയും. Where 2 of colors RGB overlaps, we see new colors are formed by mixing of 2 additive color primaries. നമ്മൾ മെയിനായിട്ട് നമുക്ക് നോക്കുമ്പോൾ ഗ്രീനിഷ് ബ്ലൂ എന്നുള്ള ഒരു കളറാണ്. 4 കളർ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഇതിൽ 3 കളർ നമ്മൾ ആദ്യം പറയാം. ഗ്രീനിഷ് ബ്ലൂ എന്ന് പറയുന്നതാണ് സിയാൻ, ബ്ലൂയിഷ് റെഡ് ആണ് മജന്ത, ബ്രൈറ്റ് യെല്ലോ. അതായത് ബ്രൈറ്റ് യെല്ലോ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഗ്രീനിഷ് റെഡ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതാണ് യെല്ലോ എന്ന് പറയുന്നത്. ദ കീ കളർ ഈസ് ബ്ലാക്ക്. യെല്ലോ നമുക്ക് അറിയുന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യാത്തത്. ബാക്കിയുള്ളത് സിയാനും മജന്തയും നമ്മൾ അറിയുന്ന കളറല്ല, അതുകൊണ്ടാണ് അതിനെ പറഞ്ഞിരിക്കുന്നത്. ഗ്രീനിഷ് ബ്ലൂ ആണ്, അതേപോലെ തന്നെ ബ്ലൂയിഷ് റെഡ്. ഓക്കെ, ഈ 2 കാര്യങ്ങളാണ് സിയാനും മജന്തയും വരുന്നതെന്ന് അർത്ഥം. അപ്പോൾ ഈ 4 കളർ ബ്ലാക്ക് നമ്മൾ കീ കളർ നമുക്ക് മാറ്റാൻ പറ്റും. അതിനെ CMYK, കെയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് കീ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ബി ആണ്. അപ്പോൾ CMYB ആണ് ശരിക്കും ഇവിടെയുള്ള കളർ നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് ഒരു സബ്സ്ട്രാക്റ്റീവ് കളർ മോഡൽ ആവുന്നത് നമുക്ക് നോക്കാം. വി ക്യാൻ എക്സ്പ്രസ് ദിസ് എഫക്റ്റ് സ്യൂഡോ ആൾജിബ്രൈക്കലി. സ്യൂഡോ ആൾജിബ്രൈക്കലി എന്ന് പറയുന്നത് റിവേഴ്സ് ആയിട്ട് നമുക്ക് എങ്ങനെ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. റിവേഴ്സ് ആയിട്ടാണ് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. റൈറ്റിംഗ് RGB ഫോർ റെഡ്, ഗ്രീൻ, ബ്ലൂ ആൻഡ് CMY ഫോർ സിയാൻ, മജന്ത, യെല്ലോ. ഓക്കെ, ഈ ഓരോ ആൽഫബറ്റ്സ് വെച്ചിട്ട് നമ്മൾ ഓരോ കളറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. W ഫോർ വൈറ്റ് കൊടുത്തു, പ്ലസ് മീൻസ് അഡിറ്റീവ് ആൻഡ് മൈനസ് മീൻ സബ്സ്ട്രാക്ഷൻ ഫ്രം ദ ലൈറ്റ് എന്ന് കൊടുത്തു. അപ്പോൾ സിയാൻ എന്ന് പറയുന്നത് നമ്മൾ ശരിക്ക് ഗ്രീൻ പ്ലസ് ബ്ലൂ ആണ്. പക്ഷെ അതിനെ നമ്മൾ എഴുതുന്നത് നമ്മൾ വൈറ്റ് പേപ്പറാണ്. ഇവിടെയാണ് നമ്മൾ സബ്സ്ട്രാക്റ്റീവ് കളർ മോഡൽ വരുന്നത്. ഈ വൈറ്റ് പേപ്പറിന് റെഡ് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ഗ്രീനും ബ്ലൂവും കൂടി ആഡ് ചെയ്യുക എന്നതിനേക്കാൾ സുഖം പ്രിൻറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വൈറ്റ് കളറിൽ നിന്ന് റെഡിൻ്റെ കമ്പോണൻ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കലി എന്ത് വരും, സിയാൻ കളർ ക്രിയേറ്റ് ചെയ്യപ്പെടും. അതേപോലെ വൈറ്റ് നിന്ന് നമ്മൾ ഗ്രീൻ എടുത്തു കഴിഞ്ഞാൽ മജന്ത വരും. അതേപോലെ തന്നെ വൈറ്റിൽ നിന്ന് ബ്ലൂ എടുത്തു കഴിഞ്ഞാൽ യെല്ലോ വരും. ഈ 3 കോമ്പിനേഷൻ, അപ്പോൾ സിയാൻ, മജന്ത, യെല്ലോ കമ്പൈൻ ചെയ്താലും നമുക്കവിടെ വൈറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ഇറ്റ് ഈസ് സബ്സ്ട്രാക്റ്റീവ് കളർ മോഡൽ എന്ന് പറയാൻ കാരണം. അപ്പോൾ ഈ ഒരു കളർ ക്രിയേറ്റ് ചെയ്തിട്ടാണ് സിയാൻ, മജന്ത, യെല്ലോ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ സബ്സ്ട്രാക്റ്റീവ് കളർ മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എന്നുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുക. ഇതൊരു പേപ്പറാണ്, വൈറ്റ് പേപ്പർ കണ്ടിട്ടുണ്ട് താഴെ. അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ലെയർ ഓഫ് സിയാൻ ഇങ്ക് ഉണ്ട്. അതിൻ്റെ എന്താണ് നമുക്ക് എങ്ങനെയാണ് ആ സിയാൻ കിട്ടുന്നതെന്നുള്ളതാണ്. നമ്മൾ അവിടെ എന്ത് ചെയ്യാണ്, ഇൻസിഡൻറ്റ് ലൈറ്റ് വൈറ്റ് പേപ്പറിലേക്ക് കൊടുക്കും. വൈറ്റ് പേപ്പറിലേക്ക് കൊടുക്കുമ്പോൾ വൈറ്റ് പേപ്പറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, അബ്സോർവേഷൻ, അവിടുന്ന് റെഡ് ലൈറ്റ് അബ്സോർവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, നമുക്ക് സിയാൻ എന്നുള്ള ലൈറ്റ് നമുക്കവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ അവിടെ കിട്ടുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് പേപ്പറിൽ നിന്ന് നമ്മൾ റെഡ് അബ്സോർവ് ചെയ്യുക എന്നുള്ള പ്രോപ്പർട്ടി ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കിവിടെ സിയാൻ എന്നുള്ള കളർ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ റെഡ് അബ്സോർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിയാൻ കിട്ടും. അതിൽ നിന്ന് നമ്മൾ ബ്ലൂ അബ്സോർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഗ്രീൻ നമുക്കവിടെ കിട്ടും. അപ്പോൾ റെഡും ബ്ലൂവും അവിടുന്ന് അബ്സോർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഗ്രീൻ കിട്ടും. ഓക്കെ, അപ്പോൾ അത് നമുക്കൊരു RGB കളർ മോഡൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഗ്രീൻ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വൈറ്റ് എന്നുള്ള കൺസെപ്റ്റ് നിന്നാണ് ഇത് തുടങ്ങുന്നത്. വൈറ്റിൽ നിന്ന് എന്തെടുത്താൽ എന്ത് കിട്ടും, ദാറ്റ് ഈസ് മീൻ സബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത്. വൈറ്റ് പേപ്പറിൽ നിന്ന് ഏത് കളർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ കളർ കിട്ടും എന്ന സിമ്പിൾ കൺസെപ്റ്റിലാണ് ഈ ഒരു CMYK കളർ മോഡൽ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ തിരിച്ച് പറയാൻ കാരണം. നമ്മൾ RGB എന്ന് പറയുന്നതിന് പകരം 6ൻ്റെ കോംപ്ലിമെൻ്ററി എടുക്കുക,
അതേപോലെ തന്നെ പിന്നെ ഗ്രീനിൻ്റെ കോംപ്ലിമെൻ്ററി കളർ എടുക്കുക, അതേപോലെ ബ്ലൂവിൻ്റെ കോംപ്ലിമെൻ്ററി കളർ എടുക്കുക. ഇത് തമ്മിലുള്ള എന്നിട്ട് അതിൻ്റെ കീ കൺസെപ്റ്റ്, കീ എന്നുള്ളത് ബ്ലാക്ക് ആയിട്ടോ വൈറ്റ് ആക്കിയോ മാറ്റാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, വി ക്യാൻ ഗെറ്റ് ദ സബ്സ്ട്രാക്റ്റീവ് കളർ മോഡൽ CM/K ഓക്കെ എന്നുള്ളത് കിട്ടും. അപ്പോൾ ഇന്ന് ഇത്ര മതി. അപ്പോൾ ഈ രണ്ട് കളർ മോഡൽസും പ്രോപ്പർട്ടീസും നല്ല വൃത്തിയായിട്ട് നിങ്ങൾ പഠിക്കുക.